ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. പിന്നെ ഇന്ന് നമ്മളുള്ളത് നിലമ്പൂർ തേക്കിൻകാട് മൈതാനം. തേക്കിൻകാട് മൈതാനല്ല, സോറി, തേക്കിൻ്റെ മ്യൂസിയം ഉള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. എല്ലാം നല്ല മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല മുളയും എല്ലാം ഉണ്ട് ഇവിടെ. ഈ സൈഡിലായിട്ടാണ് പാർക്കിംഗ് ഏരിയ കേട്ടോ. പാർക്കിംഗ് ഏരിയ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ അത് ആ കൗണ്ടറിലെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പൈസയൊന്നുമില്ല, അവിടെ കൊടുക്കണ്ട. പിന്നെ അവിടെയുണ്ട് കുരങ്ങുകൾ. നമ്മൾ വണ്ടി നിൽക്കുമ്പോഴെല്ലാം സൂക്ഷിക്കണം. വണ്ടിയിലെല്ലാം ചിലപ്പം കുരങ്ങന്മാർ കയറും. അങ്ങനെ ഇതാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ ഹാള്. ഇതതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു അരുവി പോലത്തെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെന്ന് വെള്ളം താഴേട്ട് വരുന്ന പോലത്തെ ഒരു അരുവി പോലെ സെറ്റ് ചെയ്തിട്ടാണിത്. നല്ല രസമുണ്ട് കാണാനത്. ഇതതിൻ്റെ കയറിപ്പോകുന്ന ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേലേക്ക് വന്നു. മേലെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിലേക്ക് കയറാൻ പോവാണ്. അപ്പോഴാണ് കുറേ കുട്ടികൾ അവിടെ ഇത് കാണാൻ വേണ്ടി വന്നത്. സ്കൂളിൽ നിന്ന് വരുന്നതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ തേക്ക് മ്യൂസിയം അങ്ങനെ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട് അവിടെ. അവിടെയും കുരങ്ങന്മാരുടെ ശല്യം ഉണ്ട്. അപ്പോൾ നമ്മൾ തേക്ക് മ്യൂസിയത്തിൻ്റെ ഹാളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഫ്രണ്ടിൽ തന്നെ ഇത് വലിയൊരു തേക്ക് മരമാണ്. ഈ തേക്ക് മരത്തിൻ്റെ വേരടക്കം അങ്ങനെ, അപ്പോൾ അത് വർഷങ്ങളോളം കഴിയുന്തോറും വേര് അറ്റുവരും എന്നാണ് പറയുന്നത്. പിന്നെ ഇതെല്ലാം മുളങ്കാടുകൾ, സൈഡിലെല്ലാം മുളങ്കാടുകളാണ്. അവിടെയും കുരങ്ങന്മാരെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ, ഹാളിലേക്ക് കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലത്തെ ഓരോ കാഴ്ചകളാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത്. മരങ്ങൾ കൊണ്ട് തീർത്ത തേക്ക് മരം കൊണ്ട് തീർത്ത കരകൗശല വസ്തുക്കൾ ഇവിടെ ഇതുപോലെ കാണാം. അത് ഏത് മരം കൊണ്ട് നിർമ്മിച്ചതാണ്, എങ്ങനത്തതാണെന്നെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഉള്ളോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തേക്കിൻ്റെ മരങ്ങളും ഇലകളും എങ്ങനെയൊക്കെയാണ്, ഇന്ത്യയിൽ എവിടെയൊക്കെയുണ്ട്, ലോകത്ത് തായ്ലാൻഡിൽ, മ്യാൻമാറിലൊക്കെ ഉള്ള തരം തേക്ക് മരങ്ങളെക്കുറിച്ചെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഭൂപടത്തിൽ കാണിച്ചു തരും, അവിടെ ഉണ്ട്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചരിത്രത്തിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി വെച്ചത് ഈ വലിയൊരു മരമാണ്. ഇത് വലിയൊരു മരത്തിൻ്റെ അടിഭാഗം മുറിച്ച് വെച്ചതാണിത്. ഇതും വലിയൊരു തേക്കുമരമാണിത്. ഇത് അതുപോലെ തന്നെ എല്ലാം തേക്കുമരം കൊണ്ട് തീർത്ത റേഡിയോ, ടേബിള്, അങ്ങനെ പണ്ടത്തെ കാലത്തെ ആളുകൾ പരമ്പരാഗത രീതിയിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണിതെല്ലാം. അതിൻ്റെ എല്ലാം ശേഖരം മ്യൂസിയത്തിലുണ്ട്. ഗ്ലാസ് കൊണ്ടുള്ള അലമാര, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ. ഇത് റേഡിയോ ബോക്സ്, പണ്ടത്തെ കാലത്തെ റേഡിയോ. പിന്നെ ഈ കാണുന്നത് വലിയ മരത്തടിയാണ് കേട്ടോ. തേക്കിൻ്റെ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള മരത്തടിയാണ്
ഇതായി കാണിക്കുന്നത് ഒരുപാട് വർഷത്തോളം പഴക്കമുള്ളതാണ്. അതവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷത്തിൽ തേക്ക് മരത്തടികൾ എങ്ങനെയെല്ലാം വരും എന്നുള്ള ഓരോ കണക്ക് പ്രകാരം അതിൻ്റെ ഓരോ തടികളും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൈകൾ, മരങ്ങൾ എങ്ങനെയൊക്കെ മണ്ണിൽ ഉള്ളത്, ആ മണ്ണ് എങ്ങനത്തൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഇതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് കാട്ടിൽ അവിടുത്തെ ചിത്രശലഭങ്ങളെ ശേഖരമുണ്ട് അവിടെ, അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേമാതിരി പ്രാണികൾ, കാട്ടിൽ നിന്ന് കിട്ടുന്ന പ്രാണികൾ ഏതെല്ലാം തരത്തിലുണ്ട് അതും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അവിടെ കാട് തീ പിടിക്കുന്ന സമയത്തുള്ള കാട്ടിൽ എന്തൊക്കെ ഇതുള്ള വെറൈറ്റികളായിട്ടുള്ള ഫോട്ടോസുകളെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതും തേക്ക് മരത്ത് കൊണ്ട്, തടികൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ വസ്തുക്കളാണ്. ഗണ്ണ്, അതുപോലെ കത്തി, പണ്ടത്തെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഗണ്ണ്, കുതിരയുടെ തല ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ആനയുടെ തല, കൊമ്പ്, പലതരം കരകൗശല വസ്തുക്കൾ ഇവിടെ ഉണ്ട്. ഇത് പണ്ട് മരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ്. ഇതും അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് നിലമ്പൂർ തേക്കും തടികൾ എങ്ങനെ കയറ്റുന്നതും കൊണ്ടുവരുന്നതും, പിന്നെ കാളനെയും പൂത്തിനെയും എല്ലാം വെച്ച് വലിച്ച് കൊണ്ടുപോയി പുഴയിൽ എത്തിച്ചു കൊടുത്ത് പുഴയിലൂടെ തള്ളിക്കൊണ്ടുപോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ പണ്ടത്തെ കാലത്ത്. അതിൻ്റെ ഇതൊക്കെ ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത്. ഇതും ഏതൊക്കെ രാജ്യത്തെ തേക്കിൻ്റെ മുറികൾ, ഓരോ കഷ്ണം മുറികളും എടുത്തിട്ട് അതിൻ്റെ വയസ്സ് എത്ര ഉണ്ട് എന്നുള്ളതിൻ്റെ, അതിന് എത്ര പ്രായം ഉണ്ടാകും എന്നുള്ള കണക്കുകളാണ് ഈ കാണുന്നതല്ല. തായ്ലൻഡ് തേക്ക് ഉണ്ടതിൽ, കർണാടകയിൽ നിന്ന് വരുന്ന തേക്കിൻ്റെ എല്ലാം ഉണ്ടതിൽ. ഇത് പണ്ടത്തെ കാലത്തെ പെട്ടികൾ ഉപയോഗിച്ചിരുന്ന തേക്കും മരം കൊണ്ട് പെട്ടകം, പിന്നെതാ മരുന്ന് പെട്ടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ ഇത് കുട്ടികളെ ഊഞ്ഞാൽ, ഇതാണ് പത്തായം. പത്തായം ഇപ്പോൾ ഓരോ വീട്ടിലുണ്ടോയെന്നറിയില്ല. പണ്ടത്തെ കാലത്തെ പത്തായങ്ങളാണ് ഇതൊക്കെ. പത്തായത്തിൽ നെല്ല് സൂക്ഷിക്കാമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഓരോ ഇതാണിത്. ഇത് പിന്നെ ഇരിക്കാൻ പാടില്ല, അങ്ങനത്തെ രീതിയിൽ മരത്തിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇതന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട സാധനമാണ്. ഇത് നമ്മൾ കയറുന്ന സ്ഥലത്താണുള്ളത്. ഇത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള തേക്കിൻ്റെ വേരടക്കം എടുത്തു വെച്ചത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നു. അവിടെ ചായ കുടിക്കാൻ സമയത്തും അവിടെ കുരങ്ങന്മാരുണ്ട്. അവർ ഭയങ്കര കളിയിലാണ്. ഇവിടെ ഈ പറയുന്ന സമയത്ത് ചില സമയത്ത് ഐസ്ക്രീം മേടിച്ച് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളേക്ക് ഒന്ന് ഐസ്ക്രീം മേടിച്ചിട്ട് പോകും. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് തന്നെ കഴിക്കുകയാണ് നല്ലത്. ഇതതിൻ്റെ ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗത്ത് ഇതുപോലെ നല്ല വെള്ളത്തിൽ വെച്ചിട്ട് തവളകൾ ചെസ്സ് കളിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും അതിൻ്റെ ബാക്കിലുള്ളതാണ്. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. നാളെ ഇതിൻ്റെ ഗാർഡൻ ഉണ്ട്. ഈ ഗാർഡൻ്റെ വീഡിയോസായിട്ട് നമ്മൾ നാളെ വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നാളത്തെ ഓക്കെ ബായ്.